വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. പതിനാലാം നിയമസഭയിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് പൊളിമിക്സ് ആരംഭിക്കുന്നത്. ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന നിലയിൽ പൊളിമിക്സിന് ഈ സഭയോടും അതിലെ അംഗങ്ങളോടും ചില കടമകളുണ്ട് എന്നത് സന്ദർഭവശാൽ ഓർത്തുപോവുകയാണ്. ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ബഹുമാനപ്പെട്ട പ്രോടൈം സ്പീക്കർ, നിയമസഭാ സമ്മേളനം എന്ന് പറയുമ്പോൾ ഒരു വിദ്യാലയം പോലെയാണ്. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉച്ഛല ജലധി തരംഗ തവ ശുഭ നാമേ ജാഹേ തവ ശുഭ ആശിഷ മാഗേ गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. നിയമസഭാ സമ്മേളനം ഒരു വിദ്യാലയം പോലെയാണ് എന്ന് പറഞ്ഞ അംഗത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട വട്ടിയൂർക്കാവ് അംഗം കെ മുരളീധരൻ. നിയമസഭാ പ്രവർത്തനം കാര്യമായിട്ടെടുക്കുന്ന അദ്ദേഹം ഇന്ന് പൊളിമിക്സിൽ ഹാജരായിട്ടുള്ളത് പുതിയ അംഗങ്ങളെ ചിലതൊക്കെ ഉണർത്താനാണ്. കൃത്യമായി ആരംഭിച്ച് അവസാനിക്കുന്നവരെ ഒരു നിയമസഭാ സാമാജികൻ എത്ര പ്രഗത്ഭനാവട്ടെ, ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ, തുടർച്ചയായി പങ്കെടുത്താൽ മാത്രമേ നിയമനിർമ്മാണ നടപടികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലത്ത് വല്ലപ്പോഴും വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇന്ന് നിയമസഭയിൽ ഹാജരായി. പക്ഷെ അങ്ങനെയല്ല. ഞാനൊരു തീരുമാനം എടുത്തത്, എന്തെല്ലാം അർജൻറ്റായിട്ടുള്ള വിഷയങ്ങൾ വന്നാലും കൃത്യസമയത്ത് സഭയിൽ ഹാജരാകുമെന്നൊരു തീരുമാനം തുടക്കം മുതൽക്ക് തന്നെ എടുത്തു. പക്ഷേ അതേസമയത്ത് ചില മന്ത്രിമാരും കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഈ ഒപ്പിടേണ്ട ആവശ്യമില്ല. ലോക്സഭയിലാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള ഒരു രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കണം. പക്ഷേ മിനിസ്റ്റേഴ്സിനും ചീഫ് വിപ്പ്, സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇവർക്കൊന്നും സഭാരേഖകളിൽ ഒപ്പുവയ്ക്കേണ്ട ആവശ്യമില്ല. MLA-മാരാണ് കൃത്യമായിട്ട് ഒപ്പുവയ്ക്കുക. ആ ലോക്സഭയിലെ നടപടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നിയമസഭയിലെ നിയമം എന്ന് പറയുന്നത്. ലോക്സഭയിലത്തെ 0 അവറും കേരളത്തിലെ 0 അവറുമായിട്ടുള്ള വ്യത്യാസം. ലോക്സഭയിലെ 0 അവറിൽ ഏത് വിഷയം വേണമെങ്കിലും ഉന്നയിക്കാം. പക്ഷേ ഇവിടെ അടിയന്തര പ്രമേയ രൂപത്തിലാണ് 0 അവർ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. ലോക്സഭയിൽ കുറേ കൂടെ കാര്യങ്ങൾ ലിബറലാണ്. അതായത് സ്ഥിരമായിട്ടൊരു സീറ്റ് വോട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ലോക്സഭയിൽ. അത് പാർലമെൻറ്റ് മൊത്തം, രാജ്യസഭയിൽ അതെ. സ്ഥിരമായിട്ടുള്ള സീറ്റ് വോട്ടിംഗ് സമയത്ത് മാത്രമേ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ മുമ്പിലോ ഇഷ്ടമുള്ള സീറ്റിലോ പോയിരിക്കാം. നിയമസഭയിൽ അങ്ങനെയല്ല. ഒന്ന് തുമ്മണമെങ്കിൽ പോലും സ്വന്തം സീറ്റ് മാറിയിരിക്കാൻ സാധ്യമല്ല. അപ്പോൾ നിയമസഭ കുറേ കൂടെ സ്ട്രിക്റ്റാണ്. ലോക്സഭയിലാണെങ്കിൽ സ്പീക്കറുടെ അടുത്ത് ചെന്ന് എൻ്റെ പേര് പ്രാസംഗികൻ്റെ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കാം. ഒരു നിയമസഭാ അംഗത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ നിയമസഭാ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ ഇലക്ഷൻ ടൈമിൽ മാത്രമേ ആ ചേംബറിലേക്ക് കയറാൻ പാടുള്ളൂ. കാലം മാറിയപ്പോൾ സഭയും മാറി. എന്നാൽ നമ്മുടെ നിയമസഭയുടെ ഗുണനിലവാരം താഴോട്ടാണ് മാറിയത് എന്നൊരഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. പൊളിമിക്സിനും അതുണ്ട്. എന്നാൽ സഭയ്ക്കകത്തിരുന്ന് കാര്യങ്ങൾ കാണുന്നവർ എങ്ങനെയാണാവോ മനസ്സിലാക്കിയിട്ടുള്ളത്? നിയമസഭാ ഗാലറിയിൽ ആദ്യം കയറിയപ്പോൾ കണ്ട സഭ
ഇന്നത്തെ സഭയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി. അതായത് അന്നത്തെ സഭ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് സംസാരിക്കുന്ന അംഗങ്ങളായിരുന്നു മഹാഭൂരിപക്ഷം. ഇപ്പോൾ എന്തും സഭയിൽ പറയാം. പൊതുമരാമത്ത് ചർച്ച നടക്കുമ്പോഴും ഇലക്ഷൻ റിസൾട്ട്, അരീക്കര ബൈ ഇലക്ഷൻ, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ, ഇതൊക്കെയാണ് പറയാം. ഒരു സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ അകത്ത് ഒതുങ്ങി പ്രസംഗിക്കുന്ന സിസ്റ്റം ഇന്ന് കാണാനില്ല. നിയമസഭയ്ക്കകത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അത് കാര്യമായിട്ട് വരാറില്ല. പിന്നെ മൈക്ക് തല്ലി പൊട്ടിക്കുക, ഡാൻസ് കളിക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പബ്ലിസിറ്റിയാണ്. ഇന്ന് പലപ്പോഴും നമുക്കറിയാം, ഒരു പാർട്ടി ടിക്കറ്റൊക്കെ കിട്ടാൻ വേണ്ടി വളരെ ഒരു ഭഗീരഥ പ്രയത്നങ്ങൾ കഴിഞ്ഞൊരു കാലഘട്ടമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നിയമസഭ സാമാജികനായി കഴിഞ്ഞാൽ ഈ കൃത്യസമയത്ത് വരികയും പോവുകയും ചെയ്യുന്ന ഏർപ്പാടൊന്നുമില്ല. ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും അധികം ചർച്ച ചെറുപ്പക്കാർക്ക് സീറ്റ് കൊടുക്കണം എന്നാണല്ലോ. ഈ കഴിഞ്ഞ 13ാം നിയമസഭയിൽ കൃത്യമായി ഹാജരായ 12 മെമ്പർമാരിൽ കോൺഗ്രസിൽ നിന്ന് ഞങ്ങൾ 3 പേരാണുള്ളത്. ശ്രീ VD സതീശൻ, ഞാൻ, MA വാഹിദ്. ഞങ്ങൾ 3 മധ്യവയസ്കന്മാരാണ് ഈ നിയമസഭാ നടപടികൾ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്ത കോൺഗ്രസിൻ്റെ MLA മാർ. ബാക്കി ചെറുപ്പക്കാർക്ക് സീറ്റ് വേണം, സ്ത്രീകൾക്ക് സീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് പ്രമേയങ്ങൾ പാസ്സാക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പലരും കൃത്യസമയത്ത് സഭയിലെത്തുകയോ അല്ലെങ്കിൽ ചർച്ചകളിൽ, പ്രത്യേകിച്ച് കാലത്തെ ചോദ്യോത്തരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക്. അന്ന് പ്രതിപക്ഷങ്ങൾ തീരുമാനിച്ചു മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കില്ല. പിന്നെ അഴിമതി ആരോപണങ്ങൾ ഇവർ തന്നെ ഉന്നയിച്ച മന്ത്രിമാരോട് ചോദ്യം ചോദിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം ഉണ്ടായിരിക്കുമ്പോൾ ചിലപ്പോൾ 2-3 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പെട്ടെന്ന് 4ാമത്തെ ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കും. സാധാരണ രീതിയിൽ 3 ക്വസ്റ്റ്യൻ എടുക്കാറുള്ളൂ, ക്വസ്റ്റ്യൻ അവറുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കാതെ ഇരിക്കാൻ വന്നാൽ ചിലപ്പോൾ എല്ലാ ചോദ്യം എടുക്കാൻ പറ്റിയെന്ന് വരും. അപ്പോൾ പലപ്പോഴും ചോദ്യം ചോദിക്കാൻ സഭയിൽ ആളില്ലാത്ത അവസ്ഥ വരെ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല അനുഭവങ്ങളും, ചില ബ്രിമ്മിൽ നിൽക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വോട്ടിങ്ങിന് ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾ കൃത്യസമയത്ത് എത്താത്ത, ഇതെല്ലാം കഴിഞ്ഞ 5 വർഷത്തെ അനുഭവങ്ങളാണ്. അത് ഞാൻ മുഴുവൻ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് ആകുന്നുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. ബ്രിമ്മിൽ നിൽക്കുക എന്നത് സഭയുടെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. കാര്യമായ ഭൂരിപക്ഷമില്ലാത്ത ഭരണകക്ഷിയും പ്രതിപക്ഷവും ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന അവസ്ഥ. അങ്ങനെയാവുമ്പോൾ സഭയ്ക്കകത്ത് ഏതെങ്കിലും ഒരു പ്രശ്നം വോട്ടെടുപ്പിലേക്ക് എത്തുകയാണെങ്കിൽ സ്വന്തം അംഗങ്ങൾ എല്ലാവരും ഹാജരായിരിക്കണമെന്നത് ഭരണകക്ഷിയുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഭാഗ്യത്തിന് ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് അങ്ങനത്തെ ഒരു സങ്കീർണാവസ്ഥയില്ല. അവർക്ക് ആവശ്യത്തിലേറെ ഭൂരിപക്ഷമുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചോദ്യോത്തര വേളയിലെങ്കിലും ഹാജരുണ്ടായിരിക്കണമെന്ന് എല്ലാ അംഗങ്ങളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരിടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞാൽ സഭയ്ക്ക് പുറത്തെ രാഷ്ട്രീയം കാണാം. പ്രതിപക്ഷം ഭരണപക്ഷമായി മാറുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷമായി മാറുന്നതിനാണല്ലോ രാഷ്ട്രീയ കാലാവസ്ഥയിലെ മാറ്റം എന്ന് കേരളത്തിൽ പറയുന്നത്. അങ്ങനെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിയപ്പോൾ പ്രതിപക്ഷമാവാൻ ശ്രമിക്കുന്ന ഭരണപക്ഷത്ത് ചില കുട്ടി കോൺഗ്രസ്സുകാരെ കാണാം. അതായത് SFIക്കാരാകാൻ കൊതിക്കുന്ന KSUക്കാരെ. കൊല്ലത്തെ KSUക്കാരാണ് ആ അതിമോഹം കാട്ടിയത്. വിദ്യാർത്ഥികൾ ജീവനെല്ലാം പോയിട്ടോ KSUക്കാരുടെ സമരത്തിന് ആവശ്യത്തിന് ആവേശം കൊടുക്കാൻ എത്തിയത് പഴയൊരു KSU പുലിയാണ്.
വെറും പുലിയല്ല, പ്രതാപവാനായ പുലി, പ്രതാപവർമ്മ തമ്പാൻ. ഈ സ്കൂള് നൂറ്റാണ്ടുകളെ പഴക്കമുള്ള ഈ സ്കൂള്, ഇത് രാമവർമ്മ ക്ലബ്ബ് അല്ലേ, അപ്പുറത്ത് ആ സ്കൂള് നൂറ്റാണ്ടുകളെ പഴക്കമുള്ള, ഞാൻ വേണ്ടി സ്കോളർഷിപ്പ് ഇടാൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ സ്കൂളിൽ പണ്ട്. അങ്ങനെയുള്ള സ്കൂളുകൾ കലാക്ഷേത്രങ്ങളാണ്. നമ്മളെല്ലാം എല്ലാ വിദ്യകളും അഭ്യസിപ്പിക്കുന്നതിനുള്ള സരസ്വതി ക്ഷേത്രം. അല്ലെങ്കിൽ നമ്മുടെ പ്രവാചകരായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനി പറഞ്ഞിട്ടുള്ളത്, വിദ്യ അഭ്യസിക്കാൻ നീ വേണമെങ്കിൽ ചൈനയിൽ വേണേലും പോകണമെന്നാണ്. അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള എല്ലാ തത്വചിന്തകളുമുള്ള നമ്മുടെ നാട്ടിൽ ആ വിദ്യാഭ്യാസ രംഗത്തെ ഈ ദുരന്തത്തെ ഒരു കേവല സംഭവമായി കാണാൻ കഴിയില്ല. കൊല്ലം മുഖത്തലയിൽ ഒരു സ്കൂളിൻ്റെ തൂണ് മറിഞ്ഞു വീണ് ഒരു വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതിഷേധിച്ചാണ് KSUവിൻ്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ എത്തിയത് കേട്ടോ. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന്. പിണറായി വിജയൻ മുല്ലപ്പെരിയാറിനെ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഇപ്പം ഇടിഞ്ഞു വീഴും, എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ചോ എന്ന് പറഞ്ഞ് കുട്ടിയാന പോലിരിക്കുന്ന പീരിമേട്ട MLA, എന്താ കൊച്ചിൻ്റെ പേര്, ബിജിമോള്, അവൾ കൊണ്ടുവന്ന ലൈഫ് ജാക്കറ്റ്, എനിക്കവളെ പേരറിയാം, ഞാൻ നിങ്ങളെ ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് അറിയാനാ. അപ്പം ആ ലൈഫ് ജാക്കറ്റ് എടുത്ത് AK ആന്റണിയെ പോലെ ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രിയുടെ അടുത്ത് പോലും കൊണ്ടുപോയി ഇതിട്ടുകൊണ്ട് നിൽക്കണം, അല്ല ഇപ്പോൾ ഇടിഞ്ഞു വീഴുന്ന പിണറായി പറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞ പാർട്ടികൾ അധികാരത്തിൽ വന്നപ്പോൾ കപ്പലിൽ കയറി, ഇന്നലെ വരെ തേങ്ങാ വെട്ടി നടന്നവൻ കപ്പലിൽ കയറിയപ്പോൾ ഇപ്പം ചോദിക്കുന്നു എന്നത്തുങ്ക, ഓ തേങ്ക. അതേപോലെ ഇവിടെ കുറേ ആളുകൾ രാജ്യം ഭരിച്ചു തുടങ്ങിയിട്ടുണ്ട്. തമാശ പറയുന്നത് കൊണ്ട് തമ്പാൻ വെറുമൊരു തമാശക്കാരനാണ് എന്ന് ധരിച്ചേക്കരുത്. സമരത്തിന് കാരണമായ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ട്, സമരത്തിൻ്റെ ലക്ഷ്യമോർമ്മയുണ്ട്. നിശാന്തിൻ്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകണം, ഒന്നും രണ്ടും കൊടുത്താൽ പോരാ. ഇവിടെ വെടിക്കെട്ട് വന്ന് കമ്പം കണ്ട് വാവളന്നിരുന്നവന്മാർക്ക് വായിലോട്ട് വെടിക്കുറ്റിയും മണം വന്ന് കയറി മരിച്ചപ്പോൾ 10 ലക്ഷം കൊടുത്തു. ഇതല്ല, പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോയ കുഞ്ഞാണ് ഇവൻ. നാളെ പഠിച്ച് 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, എൻട്രൻസ് എഴുതി, അവൻ മെഡിസിൻ എൻട്രൻസിൽ കയറി, അവൻ നീറ്റ് എഴുതാതെ നീറ്റായിട്ട് മെഡിസിന് ചേർന്ന് അവൻ ഡാക്ടറായി, അവൻ കുഴലുമായി വന്ന് നമ്മളെല്ലാം പരിശോധിച്ച് ധനം സമ്പാദിച്ച് അവൻ്റെ കുടുംബത്തെ നോക്കുന്നതിന് വേണ്ടി രവീന്ദ്രനാഥിനെയും ബിന്ദുവിനെയും പെങ്ങളെയും നോക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടി നമ്മൾ കൊടുത്തു പോയത്. അല്ലാതെ അവൻ പള്ളിക്കൂടത്തിൽ ആക്രി പറക്കാൻ പോയതല്ല. ആരും പള്ളിക്കൂടത്തിൽ ആക്രി പറക്കാൻ പോവില്ല. പള്ളിക്കൂടത്തിൽ ആക്രി പെറുക്കാൻ പോയതല്ലെങ്കിലും കടാരയുമായി ക്യാമ്പസിൽ പോയ ഒരു ഭൂതകാലം പ്രതാപവർമ്മ തമ്പാൻ ഉണ്ടായിരുന്നല്ലോ. തമ്പാനും മാത്രമല്ല, KSUവിലെ മുഖ്യ ശത്രുവായ ശരത്ചന്ദ്രപ്രസാദനും ഉണ്ടായിരുന്നു. KSUവിൻ്റെ ക്രൂരമായ ഗ്രൂപ്പിസത്തിൻ്റെ കാലത്ത് തമ്പാൻ്റെയും ശരത്തിൻ്റെയും ആളുകൾ പരസ്പരം കടാരയോങ്ങി ക്യാമ്പസുകളിൽ അലഞ്ഞു നടന്നതും അന്ന് KSUവിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. അതൊന്നും ഏതായാലും പൊളിമിക്സ് ഇപ്പോൾ എടുത്ത് പുറത്തിടുന്നില്ല. ഏതായാലും തമ്പാൻ ഇപ്പോൾ ഒരു തലമുതിർന്ന നേതാവാണല്ലോ. അദ്ദേഹം സമരം നയിക്കട്ടെ. ഇതാരുടെ വിദ്യാഭ്യാസവനും? മുഖത്തല ചെല്ലംപിള്ളയുടെ മുഖത്തല ഗ്രാമോദ്ധാന ട്രസ്റ്റ് എന്ന് പറയുന്ന CPI ഉണ്ടാക്കിയത് CPM അടിച്ചുകൊണ്ട് പോയതാണ്. ഇപ്പം അവർ മൂപ്പളമ തർക്കമുണ്ട്, അവിടെ വലുതും ചെറുതും തമ്മിൽ തർക്കമുണ്ട്. അവിടെ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, നമ്മളതിൻ്റെ സൈഡിൽ കിടക്കുകയാണ്, നമുക്ക് അവിടെ വലിയ കാര്യമൊന്നുമില്ല. അവിടെ ആ ട്രസ്റ്റ് കഴിഞ്ഞ വർഷം അടിയായിരുന്നു. ഇപ്പോൾ അവർ ഭരണസമിതിയുണ്ട്, ഭരണസമിതിക്ക് ഇതിന് ഉത്തരവാദിത്വമുണ്ട്, മാനേജ്മെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടപകടത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടതിന് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത, അഥവാ പരോക്ഷമായ ഉത്തരവാദിത്വമുള്ള അവിടുത്തെ അമ്പല കമ്മിറ്റി പാറകളെ പിടിച്ച് ജയിലിട്ടിരിക്കുകയാണ്. ഈ സബ് ജയിലിൽ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മാനവിനെ അറസ്റ്റ് ചെയ്യണം. അതൊരു ന്യായമാണ്, തമ്പാൻ ന്യായം. അതൊന്ന് വിശദമാക്കൂ തമ്പാൻജി, ന്യായം പഠിക്കട്ടെ. പരവൂർ കമ്പത്തിൽ വെടിക്കെട്ട് കത്തിച്ചത്, അമിട്ട് കത്തിച്ചത്, മാണം വിട്ടത് ആരും ഈ മാനേജ്മെൻ്റ് അല്ല. അവരവിടെ ഉത്സവ കമ്മിറ്റി ആഫീസിരുന്നല്ലേ ഉള്ളൂ. കമ്പക്കെട്ടുകാരൻ്റെ ഇരുന്ന് ഒരുത്തൻ ഇച്ചിരി സ്മാളായി പോയി, അവനെ നിന്ന് തീർച്ചയായും അതിനകത്ത് വീണ് അവനും പോയി. ആദ്യം കമ്പ പെരയും പോയി, നാട്ടുകാരും പോയി. അതിന് ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് 10-60 പേര് സബ് ജയിലിൽ കിടപ്പുണ്ട്. എങ്കിൽ ഈ ഉത്തരവാദിത്വം, ഇതിനെ ലീഗൽ ലാംഗ്വേജിൽ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് പറയും. ഈ വൈക്കേരിയസ് ലയബിലിറ്റി എന്ന് ഇവിടുത്തെ മാനേജ്മെൻറ്റ് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ പ്രതാപവർമ്മ തമ്പാൻ നിയമസഭയിലോ ചുരുങ്ങിയ പക്ഷം കോടതിയിലോ എങ്കിലും എത്താതെ പോയത് കഷ്ടമായിപ്പോയി. ഇനിയിപ്പോൾ തെരുവിൽ വാദിച്ച് ജയിക്കുകയേ രക്ഷയുള്ളൂ. ഈ സമരം കൊണ്ടൊന്നും തീരൂല. ഫൈസൽ കുളപ്പാടത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്,
ഐ ആം സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഫൈസൽ കുളപ്പാടം KSUDC പ്രസിഡന്റ്. ഈ സമരം ഇത് തുടക്കം മാത്രമാണ്. അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് സാർ എനിക്ക് തരിക, ഞാൻ ഈ സമരം എങ്ങനെ നടത്തണമെന്ന് കാണിച്ചു തരാം. KSUക്കാരൻ എത്ര വയസ്സായാലും KSUക്കാരൻ തന്നെയായിരിക്കും. അതിലപ്പുറം വലുതാവാനാവില്ല. അതൊരു ജനിതകമായ സവിശേഷതയാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരാഴ്ചത്തേക്കെങ്കിലും KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആവാൻ കൊതിക്കുകയാണ് KPCC സെക്രട്ടറിയും DCC പ്രസിഡന്റും എല്ലാമായിരുന്ന പ്രതാപവർമ്മ തമ്പാൻ. അദ്ദേഹം അത് ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നുണ്ട്. എടാ, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും നീ ആര് SFI, മരിച്ച പയ്യന് അഭിവാദ്യവും നിൻ്റെത്. ഇതെന്താ എനിക്ക് മനസ്സിലാവില്ല. മരിച്ച കുട്ടി SFI ആണെന്ന് അവരങ്ങ് തീരുമാനിച്ചു. അവൻ 7ാം ക്ലാസ് വരെ ഇന്നലെ ഇപ്പുറത്ത് UPSC പഠിച്ചപ്പോൾ അവനൊരു IU അല്ല, അവിടെ ഇവൻ I ആണെന്നുള്ളതിന് എന്താണ് തെളിവ്? അപ്പോൾ വെച്ചങ്ങ് കെട്ടുക. ആരേലും മരിച്ചാൽ ഇങ്ങനെ രാഷ്ട്രീയം കൂട്ടിക്കലർത്തുന്ന ഈ നിലപാടുണ്ടല്ലോ, ഇതാണ് ഈ കേരളത്തിൻ്റെ ശത്രു. അതൊക്കെ അങ്ങനെ ചരിത്രപരമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതും കേരളത്തിൽ തുടങ്ങി വെച്ചത് KSU ആണെന്ന് പറയേണ്ടി വരില്ലേ തമ്പാനെ? 70കളിലെ കോളേജ് സമരത്തിൽ KSUവിന് ആദ്യമായി ഒരു രക്തസാക്ഷിയെ കിട്ടിയത് എങ്ങനെയാണ്? തേവര കോളേജിൽ സംഘർഷത്തിനിടയിൽ പോലീസ് വന്നപ്പോൾ ഓടിയ ഒരു വിദ്യാർത്ഥി ഓടയിൽ വീണ് മരിച്ചപ്പോൾ. അതാണല്ലോ മുരളി എന്ന രക്തസാക്ഷി. അങ്ങനെ ചരിത്രം ഒരു ഭാരമാണ് തമ്പാനെ, എല്ലാവർക്കും ഭാരമാണ്, ദുഃഖഭാരം. ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞായി കരുതി നമ്മൾ ഓരോ കുടുംബത്തിലുള്ള ദുഃഖമായി കണക്കാക്കി ഈ ദുഃഖത്തിൽ പങ്കെടുക്കാൻ, പ്രതിഷേധം നടത്തുവാൻ മുന്നോട്ട് വന്ന, അതും പ്രത്യേകിച്ച് ഇന്നത്തേക്ക് വേണ്ടി KSUവിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പോകുമ്പോൾ ഫൈസൽ നീല ഉടുപ്പിടും, ഇന്ന് ധർണ്ണ നടത്താൻ വരുമ്പോൾ കറുത്തുടുപ്പിട്ട് ആ പ്രതിഷേധം കൂടി അതിശക്തമായി രേഖപ്പെടുത്തിക്കൊണ്ട് വന്ന എൻ്റെ കൊച്ചനുജൻ ഫൈസലിനെയും കൂട്ടുകാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഇത്രത്തോളം ദുരന്തമയമായ ഒരു കാരണത്തെ എടുത്തുയർത്തിപ്പിടിച്ച് ആരംഭിച്ച സമരമാണെങ്കിലും അതിനെ എത്രമാത്രം ഫലിതമയമായി അവസാനിപ്പിക്കാമെന്ന് പഠിപ്പിച്ചു തന്ന KSUക്കാർക്കും അതിൻ്റെ പ്രതാപകാലത്തെ പ്രസിഡന്റ് പ്രതാപവർമ്മ തമ്പാനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതു കഴിഞ്ഞാലും സമരം തുടരും. പ്രതിപക്ഷമാവുമ്പോൾ കുടുംബത്തോടെ പ്രതിപക്ഷമാവുമല്ലോ. KSUക്കാർ മാത്രമല്ല, NGO അസോസിയേഷൻകാരും സമരം ആരംഭിച്ചു. അതും കൊല്ലത്ത് അതേ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ. ഒരു സ്ഥലം മാറ്റമാണ് NGO അസോസിയേഷൻകാരെ പ്രകോപിപ്പിച്ചത്. അവർ NGO യൂണിയന്റെ പഴയ ആയുധമെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി, ഘെരാവോ. കൊല്ലത്തിനിടയ്ക്ക് ഇവിടെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 25 വർഷത്തിനിടയ്ക്ക് ഈ ഓഫീസ് ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങി പോകും. ഈ ഇറക്കിയ ഉത്തരവ് ക്യാൻസൽ സാറേ, ജനറൽ ട്രാൻസ്ഫറിനെ ക്ഷണിച്ചതിന് ശേഷം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. പീസ്ഫുൾ ട്രാൻസ്ഫർ പിന്നെ നിയമമില്ല. ആ നിയമം അനുസരിച്ച് ഈ ഉത്തരവ് ക്യാൻസൽ ചെയ്യണം. മാനദണ്ഡം അനുസരിച്ചുള്ള ട്രാൻസ്ഫറെ ഞങ്ങൾ യോജിക്കുന്നു. മാനദണ്ഡം ഇല്ലാതെ ഞങ്ങൾ യോജിക്കുന്നു. പരിശോധിച്ച് എപ്പം മറുപടി പക്ഷേ ഇതൊന്നും ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ തളർത്തില്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രി ചില്ലറക്കാരനല്ല, മുണ്ടശ്ശേരിയാണ്, രണ്ടാം മുണ്ടശ്ശേരി. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പുനരുദ്ധരിക്കാൻ നല്ല ശ്രമം നടക്കേണ്ടി വരും. ടൈം എടുത്ത് പഠിച്ച് ബേസിക്കായിട്ട് പഠിച്ച് തന്നെ വേണ്ടി വരും. കാരണം അത്ര തകർന്നു കിടക്കുന്നൊരു മേഖലയാണ്. അപ്പോൾ പിന്നെ പഠിക്കാതെ മാറ്റാനാവില്ലല്ലോ. ഇത് വിദ്യാഭ്യാസ മേഖലയാണ്. അത് സയൻറ്റിഫിക് അല്ല എങ്കിൽ അത് ഇനി ഇങ്ങനെ തന്നെ പോകുള്ളൂ. എൻ്റെ അഭിപ്രായം അതാണ്. അതുകൊണ്ട് വളരെ ആഴത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അത്ര ആഴത്തിൽ ഈ ഇഷ്യൂസ് എല്ലാം പഠിക്കും, സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു എന്താണ് അനുഭവത്തിലൂടെ വിശ്വാസം. ഒരു സംശയവും വേണ്ട.
എങ്ങനെയായിരിക്കും ആ മാറ്റം എന്നെങ്കിലും പറയും മാഷേ? ഒരു അക്കാദമിക് താല്പര്യത്തിന് ചോദിച്ചു പോയതാണ്. ഒരു 25 വർഷക്കാലത്തെ ഭാഷാ പഠനത്തിൻ്റെ രീതിശാസ്ത്രം പഠിച്ചാൽ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പഠിച്ചിട്ടുണ്ട്. 25 വർഷത്തെ ഭാഷാ പഠനത്തിൻ്റെ രീതിശാസ്ത്രം പരിശോധിച്ചാൽ ഭാഷ പഠിക്കുന്നതിലേക്കല്ല ട്രസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാകും. ക്ലിയർ? അപ്പം ആ രീതിയിലുള്ള ഒരു പഠനത്തിലൂടെ എന്തുകൊണ്ടൊരു കുട്ടിക്ക് ഭാഷ പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല ഭാഷയിൽ കുട്ടി പുറകോട്ട് പോകുന്നത്. ആ കുട്ടിക്ക് പണ്ട് ഭാഷ പഠിക്കാൻ പറ്റിയ കുട്ടിയുടെ കഴിവൊക്കെ ഇന്നത്തെ കുട്ടിക്കുണ്ട്. പക്ഷെ ആ കുട്ടി എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇൻഡെപ്ത് ഒരു പഠനം ആവശ്യമുണ്ട്. ഭാഷാ പഠനത്തിൽ നമ്മുടെ രാജ്യത്ത് കാലത്തിനനുസരിച്ച് മാറ്റം വരേണ്ടിയിരുന്ന രീതിയിലാണോ മാറിയത് എന്ന് നല്ലപോലെ പഠിച്ചാൽ ഈ പ്രശ്നം കൃത്യമായിട്ടും പരിഹരിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം? പ്രശ്നം എന്താണ് എന്നറിയാൻ പൊളിമിക്സിനും താല്പര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് വേണ്ടത് ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്. ഈ ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനിലെ കോൺസെപ്റ്റ് അധ്യാപകർക്ക് മാത്രമല്ല, മാതാപിതാക്കൾ. ഞാൻ ദേശാമാനി ഒരു ലേഖനം എഴുതിയിരുന്നു, അതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ആദ്യം, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാതാപിതാക്കളെ വിളിച്ച് ക്ലാസ് കൊടുക്കാൻ ആദ്യം വേണ്ടത്. അവരെല്ലാം ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷൻ കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവരിക എന്ന ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് പാഠപുസ്തകങ്ങൾ പലതും തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ അത് അപ്ലൈ ചെയ്യുന്ന ടീച്ചർക്കും അത് ഫോളോ ചെയ്യുന്ന മാതാപിതാക്കൾക്കും ഈ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ ഇത് ഡൈവേർജ് ചെയ്ത് പോവുള്ളൂ. മാറിയ കാലത്തിൻ്റെ കൺസെപ്റ്റിനനുസരിച്ച് പൊളിറ്റിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡൈവേർജ് ചെയ്തു പോയ ഒരാൾക്ക് ഒരായുസ് തന്നെ നഷ്ടമായി. വയസ്സുകാലത്ത് വാടക വീട് അന്വേഷിക്കേണ്ടി വന്നു. തമ്പുരാൻ മുക്കിലുള്ള വാടക വീടാണ് ഇത്. ഇവിടെയാണ് തുടർന്ന് ഞാൻ താമസിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 5 വർഷം താമസിച്ചിരുന്ന കണ്ടോൺമെൻറ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയ ഈ തമ്പുരാൻ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഒരു മുക്കിലെ വാടക വീട്ടിലാണ്. ഇനി വല്ല സർക്കാർ പദവിയും വന്നാൽ എന്താകുമോ എന്തോ. സർക്കാർ പദവി വന്നാൽ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണ്ടത് ചെയ്യുന്നതാണ്. ഒന്നും ആയിട്ടില്ല. അപ്പൊ പിന്നെ അതെല്ലാം കൂടെ വന്നിട്ട് ആയിരിക്കുമല്ലോ. പാവം VS അച്യുതാനന്ദൻ ഒരു ക്യാബിനറ്റ് റാങ്കിന് വേണ്ടി കുറിപ്പെഴുതി കൊടുത്തു എന്ന അപവാദം വരെ കേൾക്കേണ്ടി വന്നു. പണ്ട് മലപ്പുറത്തെ വിദ്യാർത്ഥികൾക്ക് റാങ്ക് കിട്ടിയപ്പോൾ അതവർ കോപ്പി അടിച്ചിട്ട് കിട്ടിയതാണ് എന്ന് പരിഹസിച്ചയാളാണ്. ഇപ്പോൾ കുറിപ്പെഴുതി കയ്യിൽ വെച്ച് നടന്നിട്ടും റാങ്ക് കിട്ടുന്നില്ല. ദുഃഖിക്കാൻ അറിയാത്ത KSUക്കാരുടെ ദുഃഖത്തിലും സന്തോഷിക്കാൻ അറിയാത്ത VSന്റെ കാത്തിരിപ്പിലും പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി.